ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ ബി ജയരാജ്, എന്തായാലും നമ്മൾ ഈ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് CPM ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്, അസംതൃപ്തരാണ് ഒരുപക്ഷെ ഇനി അങ്ങോട്ട് പാർട്ടി വിടാൻ പോകുന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ. പി ജയരാജൻ അതിനൊരു തുടക്കം മാത്രം അല്ലെങ്കിൽ നമ്പർ മാത്രം എന്നുള്ളതാണ് BJP-ക്കാർ ഉറപ്പിച്ചു പറയുന്നത്, BJP നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നത്. ഒന്ന്, കുടുംബാധിപത്യം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥിരം ഒരു നയങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയം പറയാതെ ഒരു പക്ഷേ PR ഏജൻസികൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു അജണ്ട നിശ്ചയിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ. അങ്ങനെയുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും, വളരെ പോപ്പുലറായ കാര്യങ്ങളിലൂടെ അത് ചെയ്തുകൊണ്ടാണ് പിണറായി സർക്കാർ ആദ്യവട്ട അധികാരത്തിൽ കയറി കിറ്റ് കൊടുത്തത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ കിറ്റ് കൊടുക്കാനില്ല എന്ന് മാത്രമല്ല, പെൻഷൻ എങ്കിലും തന്നാൽ വോട്ട് ചെയ്യാം എന്നൊരവസ്ഥയിലേക്ക് വോട്ടർമാരെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നതും നമുക്കറിയാം. ഈ കടുത്ത അഴിമതി കൊണ്ടാണ് ഖജനാവൊക്കെ കാലിയായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊന്ന്. പിന്നീട് ഈ കുടുംബാധിപത്യം BJP സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി, മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, വകുപ്പുകളിലെ മന്ത്രിമാരെല്ലാം വെറുതെ ഇരിക്കുകയാണ് എന്നുള്ളത്. ഒരുപക്ഷെ പിണറായിയിലേക്ക് പാർട്ടി ചുരുങ്ങുന്നു, പിണറായി എന്നുള്ളത് പാർട്ടിയായി മാറുന്നു എന്നുള്ളതായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന ഒരവസ്ഥയെങ്കിൽ ഇപ്പോൾ അതൊരു കുടുംബാധിപത്യത്തിലേക്കൊക്കെ മാറുന്ന സാഹചര്യവും മാത്രമല്ല അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാർ. ഡോക്ടർ ബി ജയരാജൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഈ ദിവസം തന്നെ തുറന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കടുത്ത കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, അവർ പാർട്ടിയിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. അവർക്ക് ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുന്ന അന്വേഷണം, ഒരു അഴിമതി ആരോപണങ്ങളൊന്നും സഹിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഒരുപാട് ഫാക്ടറുകളുണ്ട്. CPM-ൽ നിന്ന് അണികൾ വിട്ടു പോകാനും മാത്രമല്ലേ തലപ്പൊക്കമുള്ള നേതാക്കൾ വരെ മാറാനും എന്നുള്ള ഒരു സാഹചര്യം. വാസ്തവത്തിൽ ഈ വിഷയം നമ്മൾ പരിശോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ ഒരു കാര്യം പറഞ്ഞു. ആ കാര്യത്തിനെക്കുറിച്ച് സാധകമായ രീതിയിൽ VP ജയരാജൻ അറിയാവുന്ന കാര്യങ്ങൾ EP ജയരാജൻ എന്താണ് ചെയ്തതെന്നുള്ള EP ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിനകത്ത് വേറെ ഈ കുടുംബാധിപത്യം എന്നൊക്കെ പറയുമ്പോഴേ, ഈ മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ്റെ മരുമകൻ എന്നുള്ള രീതിയിലല്ലല്ലോ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടത്. DYFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നൊരു ചെറുപ്പക്കാരനല്ലേ. ആ ചെറുപ്പക്കാരൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിനെ കൂട്ടിക്കെട്ടി കുടുംബാധിപത്യം, മക്കൾ, മരുമക്കൾ എന്നൊക്കെ പറയുന്നത് തികച്ചും മ്ലേച്ഛമായ ഒരു ആരോപണം തന്നെയാണ്. അത് ആരും ഉന്നയിച്ചാൽ തന്നെയും അതിനെയൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. സോഷ്യൽ സ്കാനിങ് ഒക്കെ ആവാം നമുക്ക്. സോഷ്യൽ സ്കാനിങ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകനും സോഷ്യൽ സ്കാനിങ്ങിലൂടെ, കടുത്ത സോഷ്യൽ സ്കാനിങ്ങിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ സോഷ്യൽ സ്കാനിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ മക്കളും അവരുടെ മരുമക്കളും അവരുടെ അങ്ങനെ കാണാതെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ, രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പോർട്ട്ഫോളിയോയ്ക്ക് അനുസരിച്ച് അയാൾ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒന്ന് വിലയിരുത്താതെ ഇങ്ങനെ കുടുംബാധിപത്യം എന്ന് പറഞ്ഞാൽ CPM പോലൊരു പാർട്ടിയിൽ ഒരിക്കലും അത് നടക്കില്ലെന്നേ. അതിൻ്റെ സ്ട്രക്ചർ വേറെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പിണറായി വിജയൻ തന്നെ പലപ്പോഴും പറയുന്നത്, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല, അതിൻ്റെ ഘടന അങ്ങനെ അല്ല. അതിനകത്ത് വിമർശനം ഉണ്ടാവാറുണ്ട്, സ്വയം വിമർശനം ഉണ്ടാവാറുണ്ട്, പിന്നെ തെറ്റിദ്ധരുത്തൽ ഉണ്ടാവാറുണ്ട്, ജാഗ്രത കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അത് തിരുത്തി തന്നെയാണ് പോകുന്നത്. അല്ലാതെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു പാർട്ടി സെക്രട്ടറി തീരുമാനിച്ചു കഴിഞ്ഞാൽ നയത്തിൽ നിന്ന് പിന്നോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. ഇനി എത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെയും ആ ഭൂരിപക്ഷത്തിനകത്ത് ന്യൂനപക്ഷങ്ങളുടെ അഭിപ്രായം വിയോജിപ്പോടുകൂടി രേഖപ്പെടുത്താനുള്ള സംവിധാനം വരെ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്തുണ്ട്. അത് തുടർച്ചയായി ചർച്ചകളിലൂടെ, അല്ലാതെ സംഘടന ഒരു പതിവിന് വിരുദ്ധമായി പിണറായി വിജയൻ തുറന്നു പറഞ്ഞ ആ ഒരു സാഹചര്യമുണ്ടല്ലോ. ഇലക്ഷന്റെ ദിവസം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതൃപ്തി ഒട്ടും ഒരുപക്ഷെ മറച്ചു വെക്കാതെ, ഈ പാപിയോടൊപ്പം ചേർന്നാൽ ശിവനും പാപിയാകുമെന്നതിന് കൂട്ടുകെട്ടുകൾ ജയരാജൻ എന്നും ദോഷം ചെയ്തിട്ടുള്ളൂ. ഇതിനു മുൻപും അത് നമുക്കറിയാം. രാധാകൃഷ്ണൻ, സാൻഡിയാഗോ മാർട്ടിനൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് പിണറായി ആ സൂചന നൽകിയത് എന്നുള്ളത്. ആ ഒരു തുറന്നു പറച്ചിൽ ഇനി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതിനു മുൻപും പി ജയരാജൻ സമാനമായ ഒരു സാഹചര്യത്തെ നേരിട്ടിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച ചേരും. അതിലൊരു പക്ഷേ ഒരു നടപടി ഉണ്ടായേക്കും എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ EP ജയരാജനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ, ഒന്നാമത് EP ജയരാജൻ വളരെ രോഗാതുരതകളാൽ ക്ഷീണിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇപ്പോഴും വെടിയുണ്ടയായിട്ട് നടക്കുന്ന ഒരാളാണ്. എന്നിട്ട് പോലും വിമാനത്താവളത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പിണറായിക്കെതിരെ പാഞ്ഞെടുത്തപ്പോൾ ആദ്യമേ മുന്നിൽ നിന്ന് തട്ടിയിട്ടത് അതൊരു സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷനാണ്, പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എങ്ങനെ പ്രവർത്തിക്കണം, അവരെ തള്ളി മറിച്ചിടുന്ന പിണറായി വിജയൻ EP ജയരാജനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്നും
അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞാൽ തിരുത്തപ്പെടേണ്ടുന്ന ഒരാളാണെന്നും അതെ, ഇ.പി. ജയരാജൻ പറഞ്ഞാൽ കേൾക്കുന്നു, അയാളത് പേഴ്സണൽ ഗ്രഡ്ജായിട്ട് എടുക്കത്തില്ലെന്നും ഉറച്ച വിശ്വാസം. ഈ നേതൃത്വ പൂജകൾക്കെതിരെ പറഞ്ഞപ്പോൾ അത് ആരെക്കുറിച്ചാണ് എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഇ.പി. ജയരാജൻ മഹാത്മാഗാന്ധിയുമായിട്ടൊക്കെയാണ് പിണറായി വിജയനെ താരതമ്യം ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെയല്ല, അവർ തമ്മിലുള്ള വ്യക്തിബന്ധം അത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ സഹമായിട്ടാണെങ്കിലും ആ സമയത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന എല്ലാവരും, അത് എ കെ ബാലനാണെങ്കിലും ശരി, ആ സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നവരൊക്കെ അല്ലാതെ തമ്മിലൊരു ആത്മബന്ധം ഉണ്ടല്ലോ, പാർട്ടിക്ക് പുറത്തുള്ള ഒരു ബന്ധമുണ്ടല്ലോ. അതായത് ഇവർ ഒരേ സംഘടനയിലൂടെ വളർന്നു വന്നതും അവർ പഠിച്ചു വന്ന സാഹചര്യവും ഒരുമിച്ച് പഠിച്ചതും വളർന്നതും ഒരുമിച്ച് സമരം ചെയ്തതും ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഒരു അടുപ്പം ഒരു പ്രദേശത്ത് നിന്ന് വരുന്നവരൊക്കെ തമ്മിൽ ഉണ്ടായെങ്കിൽ പോലും ചിലപ്പോൾ ഒരാൾ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് തുറന്നു തന്നെ എതിർക്കുകയും ഈവൻ ഇപ്പം ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പിണറായി വിജയൻ തെറ്റ് കാണിച്ചാൽ തന്നെ താഴെ ബ്രാഞ്ച് തലത്തിലുള്ള പ്രതിനിധിക്ക് വരെ വിമർശിക്കാനും ആ വിമർശനം രേഖപ്പെടുത്താനും അത് ഉപരി കമ്മിറ്റിയിലോട്ട് പോകാനും ആ ഉപരി കമ്മിറ്റി അത് ചർച്ച ചെയ്ത് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഏരിയ കമ്മിറ്റിയിലോട്ട് പോകാനും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വയ്ക്കാനും വിചാരണ നടത്താനും കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കാനും അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഹീ ഈസ് ഫോഴ്സ്ഡ് ടു ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളൊരു സിസ്റ്റമാണ് ഇതിനകത്ത്. അത് എല്ലാ വർഷവും കൃത്യമായിട്ട്, എല്ലാ വർഷവും അല്ല, എല്ലാ 3 വർഷങ്ങളിലും കൃത്യമായിട്ട് സമ്മേളനങ്ങൾ നടത്താറുള്ള ഒരു പാർട്ടിയാണ്. അല്ലാതെ നോമിനേറ്റഡ് വഴി ആരും ഇവിടെ നേതാവാകുന്നില്ല. ഒരാൾ പോലും ഓട് പൊളിച്ച് നേതാവായിട്ട് വന്നിറങ്ങുന്ന ഒരു സംവിധാനം CPM-നകത്തില്ല. ഇതൊരു കേഡർ പാർട്ടിയാണ്. മേളിൽ നിന്ന് പറയുന്നതെല്ലാം താഴേക്ക് അനുസരിക്കുന്നത് മാത്രമല്ല, മേളിൽ നിന്ന് താഴോട്ട് കമ്മ്യൂണിക്കേഷനും താഴെ നിന്ന് മേളിലോട്ട് കമ്മ്യൂണിക്കേഷനുള്ള ഒരു പ്രോപ്പർ ലീഡർഷിപ്പിൻ്റെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഫോമാറ്റിക് രീതിയിലാണ് CPM-ൻ്റെ സംഘടന. അത് തന്നെയാണ് അതിൻ്റെ സംഘടനാ സ്ട്രക്ചർ, അത് തന്നെയാണ് അതിൻ്റെ സംഘടനാ ശക്തി. അത് അറിയാൻ വയ്യാത്തവരാണ്. ഇപ്പോൾ ഇപ്പം EK നായനാർ, ഇപ്പോൾ ടീം ലീഡർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയും. നായനാർ മന്ത്രിസഭ, പിണറായി മന്ത്രിസഭ, അച്യുതാനന്ദൻ മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മന്ത്രിസഭ, PK മന്ത്രിസഭ, അങ്ങനെ പറയുമെങ്കിലും അതൊരു ടീം വർക്കാണ്. അതിനകത്ത് ഓരോരുത്തരും കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശൈല ടീച്ചറാണെങ്കിലും അതിനകത്തുള്ള ഓരോ മന്ത്രിമാർ, CPI-യുടെ മന്ത്രിമാരാണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മികച്ച പ്രവർത്തനം നടത്തിയവരാണ്. ഇപ്പോൾ നമ്മൾ വിലയിരുത്താറായിട്ടില്ല. എന്നാലും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ വളരെ നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് ഡേറ്റ ഷീറ്റ്, അവരുടെ മാർക്ക് ഷീറ്റ്, അവരുടെ ട്രാക്ക് റെക്കോർഡ്, അവരുടെ ഓരോ വർഷമുള്ള ഇത് കൃത്യമായിട്ട് അവരുടെ അവർ വെച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ വെച്ചിട്ട് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ, നടത്തിയിട്ടുള്ള കാര്യങ്ങളിലൂടെ പോകുന്ന പാർട്ടിയിൽ നിന്ന് ആർക്കും പുറത്തേക്ക് പോകേണ്ട സാഹചര്യം. താങ്കൾ അതാണ് പറഞ്ഞു വരുന്നത് മനസ്സിലായ സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, നേരത്തെ ഇടത് നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ് പറഞ്ഞത് കുറ്റമറ്റ സംഘടനാ സംവിധാനമുള്ള കേഡർ പാർട്ടി, അവിടെ ആരും ഓട് പൊളിച്ച് അകത്തേക്ക് കടക്കുന്നവരല്ല, അങ്ങനെ പുറത്തേക്കും പോകുന്നവരല്ല എന്നൊരു ആത്മവിശ്വാസമാണ്. താങ്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ആദ്യം അദ്ദേഹത്തോട് പറയാനുള്ളത്, വളരെ പെട്ടെന്ന് താങ്കൾ കണ്ണൂർ പോയി ആ ജയരാജൻ്റെ വെടിയുണ്ട എന്ന് എടുത്ത് കളയണം. ഇങ്ങനെ കഷ്ടമല്ലേ, എത്ര കൊല്ലമായി വെടിയുണ്ട കഴുത്തിലും വെച്ച് നടക്കണേ. അതിന് എത്ര പൈസ വേണേലും ഞങ്ങൾ നാട്ടുകാർ പിരിവിട്ട് തരാം. ആ വെടിയുണ്ട ഒന്ന് കഴുത്തിൽ നിന്ന് എടുത്ത് മാറ്റണം പ്ലീസ്. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഒരു മനുഷ്യനെ ഈ വെടിയുണ്ടയും വെച്ച് ഇങ്ങനെ നടക്കുന്നത് ശരിയല്ലല്ലോ. ശരി, അത് ഞാൻ ആദ്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും നിങ്ങൾക്കറിയില്ല. ശരിയാണ്, അതും ശരിയാണ്. ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും പാർട്ടിയിലുള്ളവർക്കറിയില്ല, നിരീക്ഷകനടക്കം. അതാണ് സത്യം. പാർട്ടിക്ക് വെളിയിലുള്ള ആളുകൾക്കൊക്കെ പാർട്ടിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അത് ഈ പാർട്ടി ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബോധ്യമുള്ളത് കൊണ്ടാണ് ത്രിപുരയിൽ ഇത് ഇല്ലാതായത്, ബംഗാളിൽ ഇല്ലാതായത്, കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും പാർട്ടി പ്രവർത്തകർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ അന്തംകമ്മികളായി ഇപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു ചങ്ങാതി, നിങ്ങളിപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത്? ഈ പാർട്ടിയിൽ ഈ പറഞ്ഞ മാതിരി ഒന്നും നടക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചർച്ചയുണ്ട്, ന്യൂനപക്ഷ ചർച്ച, ഭൂരിപക്ഷ ചർച്ച ഞങ്ങൾ സ്വീകരിക്കും. പിന്നെ നിങ്ങൾ MP രാഘവനെ പുറത്താക്കിയേ? പിന്നെന്തിനാ നിങ്ങൾ ബക്കറ്റിലെ തിര എന്ന് ഉപമിച്ചുകൊണ്ട്, കത്തുന്ന വിളക്കിലെ വണ്ട് എന്ന് ഉപമിച്ചുകൊണ്ട് VS അച്യുതാനന്ദനെ മൂലക്കിരുത്തിയത്? പിന്നെ നിങ്ങൾ എന്തിനാ കേരളത്തിലെ അച്യുതാനന്ദൻ്റെ അനുയായികളെ മുഴുവൻ വെട്ടി നിരത്തിയത്? പിന്നെ നിങ്ങൾ എന്തിനാ മലപ്പുറം സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ മൊബൈൽ ഫോണുകളെല്ലാം മാറ്റിവെപ്പിക്കാൻ നിർബന്ധിതനായത്? താങ്കൾ മിണ്ടാതിരിക്കെ, അവിടെ ഇരിക്കെ. താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. അവിടെ മിണ്ടാതിരിക്കണോ?
ഒന്നും മിണ്ടാതിരിക്കും മിസ്റ്റർ. സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കല്ലേ. നിങ്ങളെ ഈ അവസാന സമയത്ത് വന്നിട്ട് വർത്താനം പറയരുത്. നിങ്ങൾ സംസാരിച്ചപ്പോൾ കേട്ടിരുന്ന ആളാണ് ഞാൻ. നിങ്ങൾ സംസാരിച്ചപ്പോൾ കേട്ടിരുന്ന ആളാണ് ഞാൻ. അതാണ് ഒരു മാന്യത. ചർച്ചയുടെ മാന്യത എന്ന് പറയുന്നത് അതാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവര് കൊല്ലം കുറയും ഞങ്ങളൊക്കെ എല്ലാം കേൾക്കും. ഷുക്കൂർ മിണ്ടുന്നില്ലല്ലോ. നിങ്ങളെന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത്? നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പിണറായി വിജയനെതിരെ സംസാരിക്കുന്നവരെയെല്ലാം നിങ്ങൾ മൂലക്കിരുത്തി. പിണറായി വിജയനെതിരെ മിണ്ടുന്നവരെ താനോടല്ല പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ഒന്നുകിൽ ആങ്കർ അയാളുടെ മൈക്ക് ഓഫ് ചെയ്യുക, അല്ല പിന്നെ എന്നെ ഒഴിവാക്കുക. ജനം ചാനലിൽ ഇങ്ങനെ പിന്നെ എങ്ങനെ? ബി ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നില്ലായിരുന്നു, കുറച്ച് മുൻപാണ് സംസാരിച്ചത്. ഒന്ന് അയാളോട് മിണ്ടാതിരിക്കാൻ പറയും. അദ്ദേഹം സംസാരിക്കുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. താങ്കൾ പറഞ്ഞു ദയവായി പൂർത്തിയാക്കി. അപ്പോ ഞാനിപ്പോഴും കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇല്ല പറയുന്നില്ല. അപ്പോ ശരി. അപ്പൊ VS അച്യുതാനന്ദൻ, അതുപോലെ MV രാഘവൻ, അതേപോലെയുള്ള പിണറായി വിരുദ്ധരായ സകല ആളുകളെയും പിടിച്ച് പടിയടച്ച് പിണ്ണം വെച്ചു. ഈ പാർട്ടിയിൽ പിണറായിക്ക് എതിർവായില്ല എന്നതാണ് CPM-ന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. പിണറായി വിജയൻ ലോക നേതാവ്, ഭൂലോക നേതാവ്, പിന്നെന്താ എന്തൊക്കെയോ പറഞ്ഞ് തിരുവാതിര കളിച്ചതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് പിണറായിക്ക് എതിർവായില്ലാതെ ഒരു പിണറായിസം കമ്മ്യൂണിസമായി മാറുന്ന ഈ കേരളത്തിൽ പിണറായിയുടെ മരുമകൻ റിയാസ് അയാളൊരു നേതാവല്ലേന്നാ? ഉവന്ന നേതാവാ, ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. അയാളെ പിടിച്ച് മന്ത്രിയാക്കിയതും അയാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പത്രസമ്മേളനത്തിൽ മറ്റു മന്ത്രിമാരൊന്നും പിണറായി വിജയനെ പ്രതിരോധിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതുമെല്ലാം എല്ലാവർക്കും അറിയാം. ഈ റിയാസ് വഴി പോപ്പുലർ ഫ്രണ്ടുമായി സഖ്യമുണ്ടാക്കി. ആ സഖ്യത്തിലൂടെ പിണറായി ഈ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ നടത്തുന്ന തട്ടിപ്പും വെട്ടിപ്പും അഡ്ജസ്റ്റ്മെന്റും ഈ പാർട്ടിയിലെ നാട്ടുകാർക്കൊക്കെ അറിയാം. നിങ്ങളെ പോലത്തെ ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉപ്പ് വെച്ച കലം പോലെ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയിൽ അതേ കാലം ആയുസില്ല. അപ്പോഴാണ് ഷുക്കൂർ പറയുന്നത് BJP ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു ചങ്ങാതി, വാഷിംഗ് മെഷീനിലേക്ക് നിങ്ങളെന്തിനാ ഇരച്ച് കയറുന്നത്? നിങ്ങളുടെ രാഹുൽ ഗാന്ധി അടക്കം ഈ കണക്കിന് വാഷിംഗ് മെഷീനിൽ കയറുന്ന അവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, കേസുള്ളവരൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് കയറുക, മോദിയുടെ വാഷിംഗ് മെഷീനിലേക്ക് കയറുക. കേസുള്ളവരൊക്കെ മോദിയുടെ വാഷിംഗ് മെഷീനിൽ കയറണമെങ്കിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി മോദിയുടെ വാഷിംഗ് മെഷീനിലേക്ക് കയറേണ്ടി വരും. അപ്പോൾ വാഷിംഗ് മെഷീനിലേക്ക് കയറുന്നത് അതുകൊണ്ടല്ല. കപ്പല് തകരുന്നു, മുങ്ങുന്ന കപ്പലാണ് കോൺഗ്രസ്. ഉപ്പ് വെച്ച കലം പോലെ തകരുന്ന പാർട്ടിയാണ് CPM. ഇതൊക്കെ മനസ്സിലായപ്പോൾ അല്പം വിവരവും വിദ്യാഭ്യാസവും തലയിൽ ഓളവുമുള്ള ആളുകൾ ഇതൊക്കെ ഉപേക്ഷിച്ച് BJP-യിലേക്ക് വരും. ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. എല്ലാവരെയും വിളിക്കും, ഞങ്ങളുടെ കൂടെ ചേർക്കും. ഞങ്ങളുടെ കൂടെ വന്നാൽ ആരെയും അഴിമതി നടത്താൻ അനുവദിക്കില്ല. അതുകൊണ്ട് ആരായിരുന്നു എന്നുള്ളതല്ല, BJP-യിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അവർ എന്ത് ചെയ്യുന്നു എന്ന് മാത്രമാണ് BJP നോക്കുന്നത് എന്നുള്ള നിലപാട് അത് വ്യക്തമാണ്. മാത്രമല്ല, ഇനിയും നേതാക്കൾ എത്തും എന്നുള്ള തുറന്നു പറച്ചിൽ അത് നേതാക്കളെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെ നടത്തുന്നുണ്ട്. അതിനെയും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ആരൊക്കെയാണ് എത്താൻ പോകുന്നത്, രാഷ്ട്രീയ കേരളം എങ്ങനെയാണ് ഞെട്ടാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. നമസ്തേ.